അരവിന്ദ് കെജ്രിവാളിന് ഡൽഹി മുഖ്യമന്ത്രിക്ക് ആശ്വാസം. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇടക്കാല ജാമ്യത്തിൽ വിടാൻ സുപ്രീം കോടതിയുടെ ഉത്തരവ് വരുന്നു. അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള ഹർജി ഭരണഘടനാ ബെഞ്ചിന് വിടുകയും ചെയ്തു. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുന്നു. ബാലു, ആം ആദ്മി പാർട്ടിക്കും കെജ്രിവാളിനും വലിയ ആശ്വാസമാണ്. പക്ഷേ CBI അറസ്റ്റ് കൂടി ഉള്ളതുകൊണ്ട് പുറത്തിറങ്ങാൻ കഴിയുമോ? ആര്യ, നിലവിൽ CBI കേസ് കൂടി ഉള്ളതിനാൽ തന്നെ അരവിന്ദ് കെജ്രിവാളിന് ജയിൽ മോചിതനാകാൻ വേണ്ടി കഴിയില്ല. പക്ഷേ ഈ അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഡൽഹി മദ്യനയ കേസിൽ ഏറ്റവും വലിയ ആശ്വാസകരമാകുന്ന വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്നയും ദിബാങ്കർ ഗുപ്തയും അടങ്ങുന്ന ബെഞ്ചാണ് സുപ്രധാനമായി ഈ വിധി പ്രസ്താവം നടത്തിയിരിക്കുന്നത്. ഈ വിധിയിൽ പറഞ്ഞിരിക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ ഏതാണ്ട് 90 ദിവസത്തോളമായി അദ്ദേഹം ജയിലിൽ കഴിയുകയാണ്. ഈ അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി ഈ ഉയർന്ന ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുന്നുവെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. PMLA നിയമത്തിന്റെ 19-ാം വകുപ്പ് പ്രകാരം EDക്ക് ഉള്ള അറസ്റ്റിനുള്ള അധികാരം സംബന്ധിച്ചുള്ള വിഷയങ്ങളാണ് ഈ ഉയർന്ന ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വ്യക്തിയെ ചോദ്യം ചെയ്തു എന്ന കാരണത്താൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു എന്നതുകൊണ്ട് മാത്രം അറസ്റ്റ് പാടില്ല എന്നും സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ഇക്കാര്യങ്ങളെല്ലാം ഉയർന്ന ബെഞ്ച് പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് നിലവിൽ അരവിന്ദ് കെജ്രിവാളിനെ ഇടക്കാല ജാമ്യത്തിൽ വിടുവാൻ വേണ്ടി ഇപ്പോൾ കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. പക്ഷേ ഡൽഹി മദ്യനയ കേസിൽ EDക്ക് പുറമെ CBIയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ കേസിൽ കെജ്രിവാളിന് ജാമ്യം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തൽക്കാലത്തേക്ക് അദ്ദേഹത്തിന് ജയിലിൽ കഴിയേണ്ടി വരും. ഏതായാലും വരും ദിവസങ്ങളിൽ ഈ അരവിന്ദ് കെജ്രിവാൾ CBI രജിസ്റ്റർ ചെയ്ത കേസിൽ അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നുണ്ട്. അതിൽ കൂടി അനുകൂലമായ ഉത്തരവുണ്ടായാൽ മാത്രമേ കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും വലിയ ആശ്വാസമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. പക്ഷേ ജയിൽ മോചിതനാകില്ല കെജ്രിവാൾ.